സൈക്കോളജി UGC നെറ്റിൻ്റെ ഡിസംബർ ബാച്ച് 2025 പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൽ ഈ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇൻ സൈക്കോളജിക്കൽ റിസർച്ച്? നമുക്ക് ഉള്ള ഓപ്ഷൻസ് ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റേഷൻ, ക്രോമറ്റോഗ്രഫി. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സ് പറയുകയാണെങ്കിൽ ഓപ്ഷൻ D ആയിട്ടുള്ള ക്രോമറ്റോഗ്രഫിയാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. ഇൻട്രോസ്പെക്ഷൻ ആയാലും ഒബ്സർവേഷൻ ആയാലും എക്സ്പെരിമെൻറ്റ്സ് ആയാലും ഇത് സൈക്കോളജിക്കൽ ഡാറ്റ കളക്ഷനിലുള്ള കോമൺ വേസ് ആണ്. ക്രോമറ്റോഗ്രഫി എന്ന് പറയുന്നത് അത് സൈക്കോളജിയിലല്ല യൂസ് ചെയ്യുന്നത്, കെമിസ്ട്രി ബേസ്ഡ് ആയിട്ടുള്ളതാണ് ക്രോമറ്റോഗ്രഫി വരുന്നത്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് ഫൗണ്ടർ ഓഫ് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. സോ ഓപ്ഷൻസ് വരുന്നത് വില്യം വൂണ്ട്, സിഗ്മണ്ട് ഫ്രോയിഡ്, വില്യം ജെയിംസ്, ജോൺ വാട്സൺ. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. 1879 ലേപ്സിംഗിൽ ഫസ്റ്റ് സൈക്കോളജി ലാബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് വില്യം വൂണ്ടാണ്. ദെൻ ഫ്രോയിഡ് ബേസ് ചെയ്തിട്ടുള്ളത് സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് സൈക്കോ അനാലിസിസ് ആണ് ഫ്രോയിഡിൻ്റെത്. വില്യം ജെയിംസിൻ്റെ കേസ് ആണെങ്കിൽ ഫങ്ഷണലിസം ബേസ്ഡ് ആയിട്ടായിരുന്നു. ദെൻ ജോൺ വാട്സൺ ആണെങ്കിൽ ബിഹേവിയറിസത്തിനെ ബേസ് ചെയ്തിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ വരുന്നത് വിച്ച് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്ട്രോങ്ങസ്റ്റ് റിലേഷൻഷിപ്പ്? അപ്പോൾ പോസിറ്റീവ് 0.89, മൈനസ് 0.92, പ്ലസ് 0.65, മൈനസ് 0.50. ഇതൊക്കെയാണ് നമുക്ക് ഓപ്ഷൻസ് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ മൈനസ് 0.92 ആണ്. അതായത് കോറിലേഷൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് സൈനോ പോസിറ്റീവ് സൈനോ ബേസ് ചെയ്തിട്ടല്ല, പക്ഷേ അത് ജഡ്ജ് ചെയ്തിരിക്കുന്നത് ബൈ ദ നമ്പർ സൈസ്. ഇതിലിപ്പോൾ ഇതിൻ്റെ മോഡ് എടുക്കുകയാണെങ്കിൽ മൈനസ് 0.92 ആണ് ഇതിൽ സ്ട്രോങ്ങസ്റ്റ്. ഇവിടെ നെഗറ്റീവ് സൈൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് റിലേഷൻഷിപ്പ് ആണെന്ന് മാത്രമാണ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ, ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ അപ്രോക്സിമേറ്റ്ലി ഹൗ മച്ച് ഡാറ്റ ഫോൾസ് വിത്തിൻ പ്ലസ് ഓർ മൈനസ് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ? അപ്പോൾ അത് 50% ഉണ്ട്, 68% ഉണ്ട്, 95% ഉണ്ട്, 99.7% അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിൽ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 95% ആണ്. ഒരു ബെൽ കേർവ് എടുക്കുകയെന്ന് വിചാരിക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ കേർവ് എടുക്കുകയാണെങ്കിൽ 68%ഉം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. 95% ലൈ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2ലും 99.7% എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 3ലും ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രൊജക്റ്റീവ് ടെസ്റ്റ്? റോഷാക്ക് ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, ടാറ്റ് അതായത് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, മിനിസോട്ട MMPI, ദെൻ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതിലേതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ലാത്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതിൻ്റെ ആൻസർ നോക്കുകയാണെങ്കിൽ MMPI ആണ്. പ്രൊജക്റ്റീവ് ടെസ്റ്റിൻ്റെ അണ്ടറിൽ വരുന്നത് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള റോഷാക്ക് ടെസ്റ്റ്, പിന്നെ ടാറ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് എല്ലാം പ്രൊജക്റ്റീവ് ടെസ്റ്റാണ്. MMPI എന്ന് പറയുമ്പോൾ ഒബ്ജക്റ്റീവാണ്, ഫിക്സ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊരു പ്രൊജക്റ്റീവ് ടെസ്റ്റ് അല്ല. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ടാബിൾ റാസ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറയുന്ന വ്യൂ പോയിൻ്റ് കൊണ്ടുവന്നത് ആരാണ്, അല്ലെങ്കിൽ അത് പ്രപ്പോസ് ചെയ്തത്, വ്യൂ ഓഫ് മൈൻഡ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ആരാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റീൻ ഡെസ്കാർട്ട്, ജോൺ ലോക്ക്, ഇമ്മാനുവൽ കാന്റ്, പിന്നെ അരിസ്റ്റോട്ടിൽ. ഇതിലേതാണ് ആൻസർ? നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ജോൺ ലോക്കാണ്. ജോൺ ലോക്കാണ് പറഞ്ഞിട്ടുള്ളത് ബർത്തിൻ്റെ സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബ്ലാങ്ക് സ്ലേറ്റ് പോലെ ആയിരിക്കും, പിന്നീട് അത് എക്സ്പീരിയൻസ് കൊണ്ട് ഫില്ല് ചെയ്യാണ് ഉണ്ടാവുന്നത്. ഡെസ്കാർട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെസ്കാർട്ട് പറഞ്ഞിട്ടുള്ളത് മൈൻഡ് ബോഡി ഡ്യുവലിസം എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു. ദെൻ കാന്റ് ബിലീവ്ഡ് ഇൻ ഇൻബോൺ നോളേജ് കാറ്റഗറീസ്. ദെൻ അരിസ്റ്റോട്ടിലിൻ്റെ കേസാണെങ്കിൽ ഏർലി ഐഡിയാസ് ഓഫ് ലേണിംഗ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്, പക്ഷേ ബ്ലാങ്ക് സ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. സോ 7th ക്വസ്റ്റ്യൻ വരുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോൺ പാരാമെട്രിക് ടെസ്റ്റ്? ടി ടെസ്റ്റ്, അനോവ, കൈ സ്ക്വയർ ടെസ്റ്റ്, പിയേഴ്സൺസ് ആർ. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് കൈ സ്ക്വയർ ടെസ്റ്റാണ്. ഇതിൽ പാരാമെട്രിക് ടെസ്റ്റായിട്ട് നമുക്ക് ഉള്ളത് ടി ടെസ്റ്റ്, അനോവ, പിയേഴ്സൺസ് ടെസ്റ്റും. ദെൻ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ അസ്യൂം ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. പക്ഷേ കൈ സ്ക്വയർ ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു അസംഷനിൽ എത്താൻ പറ്റില്ല, കാറ്റഗറൈസേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. So question number 8, who proposed the hierarchy of needs theory? Option A,
കാൾ റോജേഴ്സ്, അബ്രഹാം മാസ്ലോ, ആൽഫ്രഡ് ആഡ്ലർ, ദെൻ എറിക് എറിക്സൺ. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് അബ്രഹാം മാസ്ലോ ആണ്. മാസ്ലോയുടെ നീഡ്സിൻ്റെ പിരമിഡ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഫിസിയോളജിക്കൽ നീഡ്സ് ആയിരിക്കും ബേസിൽ വരുന്നുണ്ടാവുക, പിന്നെ സേഫ്റ്റി നീഡ്സ്, ദെൻ ലവ് ആൻഡ് അഫെക്ഷൻ, ദെൻ സെൽഫ് എസ്റ്റീം, അറ്റ് ദ എൻഡ് പീക്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. റോജേഴ്സിൻ്റെ തിയറി എന്ന് പറയുന്നത് ഹ്യൂമനിസ്റ്റിക് തെറാപ്പി ആയിരുന്നു. ദെൻ ആൽഡറിൻ്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയും എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ സ്റ്റേജസും ആയിരുന്നു. സോ 9th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊഡ്യൂസസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് റെസ്പോണ്ടിങ്. അതായത് ഒരു ആൾ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്? ഫിക്സഡ് റേഷ്യോ ഷെഡ്യൂളാണോ, വേരിയബിൾ റേഷ്യോ ആണോ, ഫിക്സഡ് ഇൻ്റർവൽ ആണോ, വേരിയബിൾ ഇൻ്റർവൽ ആണോ? കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് വേരിയബിൾ റേഷ്യോ ആണ്. വേരിയബിൾ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്ക് ഗാംബ്ലിംഗ് എടുക്കാം. അതായത് അൺപ്രഡിക്റ്റബിൾ ആണ് അവരുടെ റിവാർഡ്സ്, ഫാസ്റ്റ് ആയിട്ടുള്ള റെസ്പോണ്ടിങ്ങും ആയിരിക്കും. ഫിക്സഡ് റേഷ്യോയിൽ പറയുമ്പോൾ ഹൈ റെസ്പോൺസ് ആയിരിക്കും, ബട്ട് വിത്ത് ബ്രേക്സ് ആയിരിക്കും. ഇനി ഫിക്സഡ് ഇൻ്റർവെലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്ലോ ആണ്, സ്കാലോപ്പ് ആണ്, ഷേപ്ഡ് പാറ്റേൺസ് ആണ്. ഇനി വേരിയബിൾ ഇൻ്റർവെലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിരിക്കും, പക്ഷേ സ്ലോവർ ആയിരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. ദ ലോ ഓഫ് എഫക്റ്റ് വാസ് പ്രപ്പോസ്ഡ് ബൈ പാവ്ലോ ആണോ, തോണ്ടേക്ക് ആണോ, സ്കിന്നർ ആണോ, കൊഹ്ലർ ആണോ? സോ ഇതിൻ്റെ ആൻസർ വരുന്നത് തോണ്ടേക്ക് ആണ്. തോണ്ടേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഹേവിയേഴ്സ് ഫോളോഡ് ബൈ റിവാർഡ്സ് ആർ റിപ്പീറ്റഡ് എന്നാണ് പറഞ്ഞിരുന്നത്. പാവ്ലോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ ബേസ് ചെയ്തായിരുന്നു. സ്കിന്നർ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്, കൊഹ്ലർ ഇൻസൈറ്റ് ലേണിങ്ങിനെ ബേസ് ചെയ്തായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. സോ ഗൈസ്, വർക്ക് ചെയ്യുക. ലെറ്റ് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ. താങ്ക് യു.